അങ്ങനെ ആക്കുളത്തുനിന്ന് നേരെ വിട്ടത് വേളി ബീച്ചിലോട്ടാണ്. അപ്പം ഫസ്റ്റ് ഒരു പ്രൈവറ്റ് ബസ് കയറിയിട്ട് ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു പ്രൈവറ്റ് ബസ് കയറിയിട്ട് വെട്ടുകാട് ചർച്ച് വഴിയിട്ടാണ് അങ്ങോട്ട് പോയത്. വെട്ടുകാട് ബീച്ച് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അതും വളരെ ഫേമസ് തന്നെയാണ്. അവിടെ നിന്ന് നേരെ എത്തിയത് വേളിയിലാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. ആക്കുളവും ശംഖുമുഖവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് ഫീസും ഭയങ്കര കുറവാണ്. 20 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ചിൽഡ്രൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും 5 രൂപയേ ഉള്ളൂ. സീനിയർ സിറ്റിസണിനും അതിലും കുറവാണ്, 10 രൂപ ആണെന്ന് തോന്നുന്നു. പിന്നെ എൻട്രി ടൈം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. 6 മണി ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ബീച്ചൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം കാണുന്നു. പക്ഷെ അങ്ങനെയില്ല. 6 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രവേശനമില്ല. ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം വന്നിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. പാർക്കലൊക്കെ വെച്ചിട്ട് സിറ്റിങ്ങിന് പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന നടവഴി നേരെ എത്തിച്ചേരുന്നത് ബീച്ചിലോട്ടാണ്. ഇതിനകത്ത് തന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, KTDCയുടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ KTDCയുടെ തന്നെ സ്നാക്ക് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു മിനിയേച്ചർ റെയിൽവേ ആണ്. ഇത് സംഭവം നമ്മളുടെ ഈ ഒരു ത്രൂ ഔട്ട് മിക്കടും എവിടെ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം ഈ ഒരു കുഞ്ഞു പാളം നമുക്ക് കാണാൻ കഴിയും. അതൊരു കുഞ്ഞു മിനി ട്രെയിനിൻ്റെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്, സഫാരി ബോട്ട് ഉണ്ട്. ഇതിനകത്തൊന്നും നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കയറാനായിട്ട് കഴിയത്തില്ല, കാരണം മിനിമം ഇത്ര ആൾക്കാർ വേണം എന്നുണ്ട്. ഇത് നേരെ ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്തുള്ള ആ ഒരു ബീച്ചിലോട്ട് എത്താൻ. ഇത് വഴിയിട്ട് മാത്രമേ എൻട്രൻസ് ഉള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് KTDCയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഇവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇത് കയറുമ്പോൾ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്കൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് എന്നുള്ള ഒരു തോന്നൽ പോലും അധികം ഉണ്ടാവത്തില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. ഞാൻ ഈ നടക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹാൻഡ് ബ്രിഡ്ജ് പോലെ കാണുന്നില്ലേ, അതും നമ്മളുടെ ആ മിനി ട്രെയിനിന്റെയാണ്. പിന്നെ നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഇതുകൂട്ട് കുറേ കുഞ്ഞു ഹട്ടുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിനി ട്രെയിനിന്റെ ആ ഒരു പാളം. ഈ ഒരു ബീച്ച് സൈഡിന്റെ എൻഡ് വരുമ്പം അവിടെ വരെയും ഇത് വരുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്. കൊച്ചു പിള്ളേരുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് എൻജോയ് ചെയ്ത് ഒന്ന് കണ്ടുപോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണിത്. ഹട്ടിനകത്ത് സെയിൽ ചെയ്യുന്നത് ഐസ്ക്രീം, പിന്നെ ചായ, വട, ഷേക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയ കൊച്ചു കടകളുണ്ട്. അവിടെ തന്നെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ആണെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് പിന്നെ വലിയവർക്കും ചെയ്യാൻ പറ്റും. ഇല്ല, എറിഞ്ഞിടുന്ന കൂട്ടത്തുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട്. പിന്നെ ബീച്ചിലോട്ട് വരുമ്പോഴത്തേക്കും മെയിനായിട്ടും കുറച്ച് ഹോഴ്സ് റൈഡിങ് നമുക്ക് അവിടെ കുറേ ഉണ്ട്. ഒരു 3-4 കുതിരകളോളം അവിടെ നിൽപ്പുണ്ട്. പിന്നെ ശംഖുമുഖം ബീച്ച് വെച്ചോട്ട് നോക്കുമ്പോൾ ഈ ഒരു ബീച്ച് കുറച്ചും കൂടെ സേഫ് ആണ്, കാരണം തീരം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ വരുവാണെന്നുണ്ടെങ്കിലും കൂടുതലും ഒരു 3 മണി ആ ഒരു ടൈമിൽ വന്നാലും മതി. ഒരു 2 മണി ഉച്ചയ്ക്ക് വന്നാലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച അവിടെ കുറേ അധികം തണൽ വരുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അവിടെയൊക്കെ വന്നിരുന്നിട്ട് ബീച്ച് സൈഡിലോട്ട് ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് വന്നാലും മതി. അങ്ങനെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് കുതിരയും കൊണ്ടിട്ട് ഈ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, കയറുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവൻ്റെ പേര് ജൂലി എന്നായിരുന്നു കേട്ടോ. ഭയങ്കര അനുസരണയുള്ള ഒരു ഒരു കുട്ടാപ്പിയായിരുന്നു. പിന്നെ നട്ടുച്ചയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ബീച്ച് വന്നിട്ട് കാലിൽ ഇച്ചിരി കടൽവെള്ളം കൊള്ളാതെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ തീരത്ത് പേരും എഴുതിയിട്ട് കുറച്ച് നേരം കടൽവെള്ളവും കൊണ്ടുകൊണ്ട് അവിടെ നിന്നു. എനിക്ക് ചൂടും വെയിലും ഒന്നും കൊള്ളുന്ന ഒരു പ്രശ്നമേ അല്ല. എനിക്ക് എവിടെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് നടന്നാൽ മാത്രം മതി. ആ ഒരു മൈൻഡുള്ളവർ മാത്രം നട്ടുച്ച സമയത്ത് ഇവിടെ വരിക, കാരണം നല്ല വെയിലാണ്. പിന്നെ ഇതാണ് നമ്മളുടെ ഒരു പൊഴി വരുന്നൊരു ഏരിയ. ഈ ഒരു സ്ഥലം നോക്കിയേ. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ കാണുന്നതാണ് വേളിയിലേക്ക്, ഇപ്പുറത്തുള്ളത് അറേബ്യൻ സീയും. അത് രണ്ടും കൂടി ചെറിയൊരു പൊഴി കൊണ്ടാണ് ഇങ്ങനെ വേർപെട്ട് കിടക്കുന്നത്. അവിടെയാണ് മുഴുവൻ ആൾക്കാർ വേസ്റ്റും എല്ലാം ഇട്ട് നശിപ്പിച്ച് വെച്ചേക്കുന്നത്. തിരിച്ച് നടക്കുന്ന വഴി മിനിയേച്ചർ ട്രെയിനിന്റെ പാളം ഇവിടെ എല്ലാം ചുറ്റുന്നത് കണ്ടു. ആ ദൂരെ കാണുന്നതാണെന്ന് തോന്നുന്നു സ്വിമ്മിംഗ് പൂൾ ഇവിടെ എഴുതിയിട്ടുള്ള. ഇതിന്റെ അടിയിൽ കൂടെ വരെ ഈ പാളം പോകുന്നുണ്ട്. ഇത് സത്യത്തിൽ ഈ ഒരു ഏരിയ ഫുള്ള് കറങ്ങി പോകുന്നുണ്ട്. ശരിക്കും ഈ ഒരു മിനിയേച്ചർ ട്രെയിനിൽ നിങ്ങൾ കയറാൻ പറ്റുമെങ്കിൽ കയറുക തന്നെ ചെയ്യണം. ഇതാണ് KTDCയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. ഭയങ്കര കാറ്റാണ്. ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചുകൊണ്ട് നമുക്ക് വേളിയിലേക്ക് കാണാം. അത് മാത്രമല്ല അങ്ങ് ദൂരെ അറബിക്കടലും കാണാം. ഭയങ്കര പീസ്ഫുള്ളുമാണ്. പിന്നെ ഔട്ട്സൈഡ് റെസ്റ്റോറൻറ്റിനെ കമ്പയർ ചെയ്യുമ്പം റേറ്റ് കുറച്ചും കൂടെ വേരിയേഷൻ വരുന്നുണ്ട്, വിച്ച് മീൻസ് കൂടുതലാണ്. പിന്നെ തിരിച്ചു വരുന്ന വഴിയായിട്ട് നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് വന്നിരിക്കാവുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഞാൻ തിരിച്ചു വന്ന വഴിയിലാണ് ഇവിടെ ഇരുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് അവിടെ ഒരു സിറ്റിംഗ് ഏരിയ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രാക്കും ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഈ കാണുന്ന വേളിയിലേക്കാണ്. ഇവിടെ ഇത് കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് അവിടെ ഭയങ്കര സമാധാനമായിട്ടിരിക്കാം. കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ പേര് റീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ കാണിച്ചല്ലോ, അതാണ് നമ്മളുടെ ടോയ് ട്രെയിൻ. ഇവിടെയാണ് സഫാരി ബോട്ട്, സ്പീഡ് ബോട്ട്, ഇതിന്റെ എല്ലാ എൻട്രൻസ് വരുന്നത്. ബോട്ടിന്റെ റേറ്റ്സും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ KTDCയുടെ സ്നാക്ക് ബാർ ആണ് ഈ കാണുന്നത്. ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് ഏരിയ വരുന്നതും ഇതിനോട് ചേർന്നതിനെയാണ്. സ്പീഡ് ബോട്ടിന് മിനിമം 4 ആളെങ്കിലും വേണം. ഈ 4 പേർക്ക് 1000 റുപ്പീസാണ് കേട്ടോ ടോട്ടൽ വരുന്നത്. പിന്നെ പെഡൽ ബോട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 150 രൂപയെ വരുന്നുള്ളൂ 2 പേർക്ക്. സഫാരി ബോട്ടിന് 10 പേർക്ക് 1200, 15 പേരാണെന്നുണ്ടെങ്കിൽ 1800 ആണ് വരുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു മിനി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ആ കാണുന്ന ഒരു പോണ്ടി കിടക്കുന്നത് കുറച്ച് ടർട്ടിൽസും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ കൂടെ ഇങ്ങനെ എൻട്രൻസ് ഇല്ല. സത്യത്തിൽ ഞാൻ അറിയാതെ കയറി പോയതാണ്. മിനിമം 20 ആളെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ടോയ് ട്രെയിൻ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈവനിങ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ.
എൻട്രൻസ് ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് ഓരോന്നിനും കയറുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ചാർജസ് ആണ് വരുന്നത്. മിനി ട്രെയിന് അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ 50 രൂപയും കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ 30 രൂപയാണ് വരുന്നത്. പിന്നെ 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീയുമാണ്. ഞാൻ ചെല്ലുമ്പോൾ വെറും 6 ആൾക്കാരെ ആയിട്ടുള്ളായിരുന്നു. 20 ആൾക്കാരാവാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കയറാനും സാധിച്ചിരുന്നില്ല. കാരണം എനിക്ക് അടുത്തടുത്തോട്ട് പോവുകയും ചെയ്യണമായിരുന്നു. അപ്പോൾ കിഡ്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ടോയ് ട്രെയിന് മിസ്സാക്കരുത്. ശേഷം ഞാൻ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോയി ശംഖുമുഖം. ടാറ്റാ.